ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൻ്റെ മത്സരവീര്യത്തിൻ്റെ മാത്രം വേദിയല്ല, പലപ്പോഴും പ്രതിഷേധത്തിൻ്റെ കൂടി വേദിയാണ്. എന്തിനേറെ രണ്ടാമത്തെ മാത്രം ലോകകപ്പ് തന്നെ അങ്ങനെ ഒരു വേദിയായിരുന്നു. 1930 നടന്ന ആദ്യ ചാമ്പ്യൻഷിപ്പിൽ യൂറോപ്പിൽ നിന്ന് വേണ്ടത്ര ആളുകൾ എത്തിയില്ല എന്ന് പറഞ്ഞാണ് 1934 ടൂർണമെൻറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായിരുന്ന ഉറുഗ്വേ പങ്കെടുക്കാതിരുന്നത്. ആദ്യത്തെ പ്രതിഷേധം 34 ഇറ്റലി ചാമ്പ്യന്മാരായപ്പോഴും കണ്ടു പ്രതിഷേധം. മുസോളിനിയുടെ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കാനായിരുന്നു ആ ടൂർണമെൻ്റ് എന്ന് പറഞ്ഞ പ്രതിഷേധവും ഉയർന്നു. എന്ന് പറഞ്ഞാൽ ലോകകപ്പിൻ്റെ തുടക്കം തൊട്ട് തന്നെയുണ്ട് പ്രതിഷേധം എന്നർത്ഥം. പല ലോകകപ്പ് വേദികളിലും പല പ്രശ്നങ്ങളുടെ പേരിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞ സ്ഥിതിക്ക് ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം പ്രഖ്യാപനം 2022 നമ്മുടെ തൊട്ടപ്പുറത്ത് ഖത്തറിൽ നടന്ന ലോകകപ്പ് വേദി. അന്ന് ഇറാനെതിരെയായിരുന്നു കൂടുതൽ പേരുടെ പ്രതിഷേധമുണ്ടായിരുന്നത്. ഇറാനിൽ അന്ന് ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സമയമായിരുന്നു. മഹ്സ അമിനി രക്തസാക്ഷിയായ ഒരു സമയമായിരുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ അറിയിക്കാൻ ഒരുപാട് പേർ ഖത്തറിൽ എത്തുന്നുണ്ടായിരുന്നു. ഖത്തറിൽ ആ പ്രതിഷേധം അലയടിക്കുമെന്ന് ഉറപ്പുമായിരുന്നു. ഖത്തർ ഭരണകൂടവും അധികാരികളും അതിന് കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നിയന്ത്രണങ്ങൾ മറികടന്നു മഹ്സ അമിനിക്ക് വേണ്ടിയുള്ള പ്ലക്കാർഡുകളും ബാനറുകളും അവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നു. മത്സരവേദിക്ക് പുറത്തും പ്രതിഷേധം ഉയർന്നിട്ടുണ്ടായിരുന്നു. ജർമ്മനിയുടെ ടീം അംഗങ്ങൾ വായ പൊത്തിപ്പിടിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് നിന്നതും നമ്മൾ ഖത്തറിൽ കണ്ടു. അന്ന് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ള ആംബാൻ കെട്ടുന്നതിനെതിരെ ഫിഫ നിലപാടെടുത്തതിലായിരുന്നു ജർമ്മൻ ടീമിൻ്റെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. അന്ന് ഇറാനിലെ ഭരണകൂടത്തിനെതിരെ ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു 2022 പ്രതിഷേധമുണ്ടായത്. അതിൽ ഒരു കാര്യം കൂടി നമ്മൾ വിട്ടുപോയത്, ആദ്യത്തെ മത്സരത്തിന് കളിക്കാനിറങ്ങിയപ്പോൾ ഇറാൻ്റെ ടീമിലെ കളിക്കാരും ദേശീയ ഗാനത്തിനനുസരിച്ച് ചുണ്ടനക്കിയില്ല. അന്നത് വലിയ വാർത്തയായിരുന്നു, വലിയ തലക്കെട്ടായിരുന്നു. ഇറാനെപ്പോലെ രാജ്യത്ത് നിന്ന് വരുന്ന കളിക്കാർ അങ്ങനെയൊരു നടപടിയെടുത്ത് അല്ലെങ്കിൽ അങ്ങനെയൊരു നീക്കത്തിലൂടെ രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ അറിയിക്കുമെന്ന് ആരും കരുതിയതുമല്ല. അതും അന്ന് കണ്ടു. ഇക്കുറി പക്ഷേ ഇറാൻ ടീം വരുന്നത് തന്നെ ഒരു പ്രതിരോധമായിട്ടാണ്, ഒരു പ്രതിഷേധമായിട്ടാണ്. നമുക്കറിയുന്ന പോലെ ഫെബ്രുവരി 22 അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ സൈനിക നടപടി തുടങ്ങിയത്. അതിപ്പോഴും തുടരുകയാണ്. താൽക്കാലികമായി വെടിനിർത്തൽ ഉണ്ടെങ്കിലും ദുർബലമാണ് ആ വെടിനിർത്തൽ. അവരുടെ പരമോന്നത നേതാവ് ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. 100 കണക്കിന് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു. അവരുടെ ജീവിതം എങ്ങോട്ടെന്നില്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഇതൊന്നും പോരാഞ്ഞ് ആ യുദ്ധത്തിൻ്റെ അനുരണനങ്ങൾ ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ തന്നെ കാണുന്നുണ്ട്. ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം പശ്ചിമേഷ്യയിൽ തുടരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു അശാന്തി പശ്ചിമേഷ്യൻ മേഖലയിൽ തുടരുമ്പോഴാണ് അതിൽ കക്ഷിയായിട്ടുള്ള ഒരു രാജ്യം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ലോകകപ്പ് വേദിയിലേക്ക് അതിൽ കക്ഷിയായിട്ടുള്ള മറ്റൊരു രാജ്യം പങ്കെടുക്കാൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ വരവിന് ഫുട്ബോളിൻ്റെ മത്സരവീര്യത്തിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയ മാനമുണ്ട്. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, മിനാബിലെ തകർന്നു വീണ സ്കൂൾ കെട്ടിടത്തിൽ വിറങ്ങലിച്ചു പോയ കുറേ കുട്ടികളുണ്ട്. അവരുടെ സ്കൂൾ ബാഗുകളോ അല്ലെങ്കിൽ അവരുടെ പ്രതീകാത്മകമായിട്ടുള്ള എന്തെങ്കിലും മെമൻറ്റോസോ കൊണ്ടായിരിക്കും ഇറാൻ ടീം വരിക എന്നുറപ്പ്. ലോകത്തെ ഞെട്ടിച്ച ഒരു ആക്രമണമായിരുന്നു മിനാബിലെ സ്കൂളിലേത്. അത് ഇറാൻ ടീം അംഗങ്ങൾ ഉയർത്തിക്കാട്ടുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. വിസ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഏത് വേദിയിൽ എങ്ങനെ കളിക്കണമെന്നുള്ള ആശങ്കകളുണ്ട്. ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുക. ഈ ഒരു അനിശ്ചിതാവസ്ഥ ട്രംപിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇറാൻ ടീം ഇനി ഇപ്പോൾ കളിക്കണ്ട എന്ന് വല്ലതും ട്രംപ് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്കയുമുണ്ട്. കേൾക്കുമ്പോൾ തമാശയെ തോന്നുമെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപ് അങ്ങനെ പറയില്ല എന്നൊരു 100% ഉറപ്പ് ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് സംശയമാണ്. അങ്ങനെ വരുമ്പോൾ ഇറാൻ എങ്ങനെ പ്രതികരിക്കും? മറ്റു ടീമുകൾ എങ്ങനെ പ്രതികരിക്കും? ഇതെല്ലാം ലോകകപ്പ് വേദിയെ കൂടുതൽ ഒരു പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും വേദിയാക്കി മാറ്റുമോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്നൊരു സാധനം ഈ ലോകകപ്പ് ബാക്കി വയ്ക്കുന്നുണ്ട്. മെക്സിക്കോയിൽ ഏതാനും ദിവസം മുമ്പാണ് അവിടുത്തെ അധ്യാപകരെല്ലാവരും സമരം ചെയ്തത്. വേതന വർധന ആവശ്യപ്പെട്ട് ലോകകപ്പ് കളിക്കാരുടെ പോസ്റ്ററുകളും ഫ്ലെക്സുകളും അതെല്ലാം കത്തിച്ചിടൊക്കെയായിരുന്നു പ്രതിഷേധം. ലോകകപ്പ് വേദി എന്ന വിശ്വവേദി പ്രതിഷേധത്തിൻ്റെ ശബ്ദമുയർത്താനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ശബ്ദമുയർത്തൽ തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. അതിൽ നമ്മളെല്ലാവരും ഏറ്റവും കാത്തു നിൽക്കാൻ പോകുന്നത് ഇറാൻ ടീം വന്നിറങ്ങുന്നതും കളിക്കുന്നതുമാണ്. അമേരിക്ക ഇപ്പോഴത്തെ ഹോസ്റ്റ് ചെയ്യുകയാണ്. അവരുടെ വിസ നിയമങ്ങൾ, അവരുടെ കുടിയേറ്റക്കാർക്കൽ നടപടി, ഇതൊക്കെ കാരണം അമേരിക്കയിൽ എത്ര പേര് കളി കാണാൻ വരുമെന്ന് തന്നെ ഉറപ്പില്ല. ടിക്കറ്റിൻ്റെ വിലയാണെങ്കിൽ
ആകാശം മുട്ടുന്ന നിരക്കുമാണ്. സാധാരണക്കാരായ മനുഷ്യരും പണ്ട് ഖത്തറിലേക്ക് ചാമ്പ്യൻഷിപ്പ് കാണാൻ ബ്രസീലിലെ ആൾക്കാർ കാറ് വിറ്റ കഥ ഇന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചത് ഇംഗ്ലണ്ടിൻ്റെ എക്കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാളായ ഗാരി ലിനേക്കറാണ്. കാറ് വിറ്റിട്ടും കളി കാണാൻ വരുന്ന അത്ര ഫുട്ബോൾ പ്രാന്തുള്ള ബ്രസീലും അർജന്റീനയ്ക്കും കാറും വീടും അപ്പുറത്തെ അയൽവാസിയുടെ വീടും കൂടി വിറ്റാൽ പോലും അമേരിക്കയിൽ വന്ന് കളി കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ആളുകളെ ഒഴിവാക്കി നിർത്തുന്ന പണക്കൊഴുപ്പിൻ്റെ മേളയാക്കി ലോകകപ്പ് മാറ്റുമോ എന്നുള്ള ഒരു പ്രശ്നവും അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഷേധവും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകകപ്പ് ഈ മത്സരവീര്യത്തിൻ്റെ മാത്രമായിരിക്കില്ല, പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും കൂടി വേദിയായിരിക്കും. Subscribe to One India and never miss an update.